3 ലൈൻ വരാവുള്ളൂ ചെയ്തോ. അത് മതി മതി. കിറ്റ് ക്ലാം ആണോ? ലൈൻ ക്ലാം ആണോ? ഞാനത് കോപ്പി ചെയ്യാറുള്ളൂ. ചെയ്തായിരുന്നത് ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? എല്ലാവരും ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും വർക്ക് ചെയ്തോ? നമ്മളിപ്പം നിങ്ങൾ കാശ് ചെയ്യുന്നത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഇത് ചെയ്യാൻ വേണ്ടി ഇവിടെ കുറെ കാര്യങ്ങൾ യൂസ് സ്റ്റേജ് കൊണ്ടുവന്നിട്ടുണ്ട്, യൂസ് എഫക്ട് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? അതുപോലെ നമ്മളിവിടെ ഫെക്ട് വിളിച്ചിട്ടുണ്ട്, പിന്നീട് മാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം ഓരോ പർപ്പസ് ഉണ്ട് അല്ലേ? ഓരോ ചെയ്യുന്ന പർപ്പസ് നമ്മൾ സ്റ്റേജ് പേജ് യൂസ് ചെയ്യാൻ, വേറെ സ്റ്റോർ ചെയ്യാൻ, യൂസ് എഫക്ട് യൂസ് ചെയ്തേ പേജ് ലോഡ് ആകുമ്പോൾ ഫോളോ ചെയ്യാൻ അല്ലേ? പിന്നെ വർക്ക് ആയത് അപ്പം ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കണം. മനസ്സിലായോ? ഇതെല്ലാം ചെയ്തില്ലേ? എല്ലാം കിട്ടിയില്ലേ? ഓക്കെ. ഈ പറഞ്ഞാൽ നമുക്ക് ഇതുണ്ടോ? ഇതാണ് നമ്മുടെ കാർഡ്. ഓക്കെ, ഈ കാർഡിന് 4 ചേക്കാം. ഓക്കെ, അത് ചെയ്യണം. ഇപ്പം ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടോ? എല്ലാ കാർഡിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. നമ്മൾ അങ്ങനെയും കാണിച്ചേക്കാം. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് 4 ലൈൻ മതി, 2 ലൈൻ മതി. ബാക്കി എന്ത് ചെയ്യാം? ബാക്കി റീഡ് മോറോ അങ്ങനെ സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന CSS പ്രോപ്പർട്ടി ഉണ്ട്. അതാണ് ലൈൻ ക്ലാമ്പ്. ലൈൻ ക്ലാമ്പ് CSS എന്ന് സെർച്ച് ചെയ്താൽ ഇത് ഇവിടെ CSS ട്രിക്സ് എന്ന് പറയുന്ന പേജ് വരും. അതിനകത്ത് ലൈൻ ക്ലാമ്പ് ഉണ്ടോ? അതേ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇവിടെ കുറെ സാധനങ്ങളുണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഡിസ്പ്ലേ, വെബ് കിറ്റ്, ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഫുള്ള് കോപ്പി ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ നമ്മുടെ ആ ഒരു പി ടാഗിനകത്താണ് ഡിസ്ക്രിപ്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിനകത്ത് ക്ലാസ് നെയിം കൊടുത്തു, ഡിസ്ക്രിപ്ഷൻ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് കാർഡിനകത്തുള്ള ഡോട്ട് ഡിസ്ക്രിപ്ഷൻ. ലൈൻ ക്ലാമ്പ് ശരിക്കുള്ള പ്രോപ്പർട്ടി ലൈൻ ക്ലാമ്പാണ്. ഓക്കെ, ബാക്കിയുള്ള എല്ലാം അത് എല്ലാ ബ്രൗസറിലും സപ്പോർട്ട് ചെയ്യില്ല. അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കോഡാണ്. അതുകൊണ്ടാണ് അത് കോപ്പി ഇട്ടാൽ മതി. നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കഴിയുമ്പോൾ അത് മാറും. സപ്പോർട്ട് എല്ലാ ബ്രൗസറിലും വരുമ്പോൾ നമുക്ക് എല്ലാം ഇതൊന്നും യൂസ് ചെയ്യേണ്ട, വെറുതെ ലൈൻ ക്ലാമ്പ് മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ലൈൻ ക്ലാമ്പ് കൊടുത്തു. എന്നിട്ട് ഇവിടെ കണ്ടോ 3. അപ്പം ഈ നമ്പർ നമ്മൾ എത്ര ഇടുന്നോ അത്രയും ലൈൻസേ അവിടെ കാണിക്കുള്ളൂ. ഇപ്പൊ 3 ആണ്, 3 ലൈനായിട്ട് മാറി. അതിനുശേഷം നോക്കിയേ, ഇപ്പൊ ചില നോക്കുവാണെങ്കിൽ ഇതുണ്ടോ, ഈ ഡിസ്ക്രിപ്ഷന് 3 ലൈൻ മതി ആക്ച്വലി. അവിടെ കംപ്ലീറ്റ് ആയി. ചിലത് കംപ്ലീറ്റ് ആവാനുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? 3 ഡോട്ട് 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 വരും. കണ്ടോ കണ്ടോ? അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് CSS ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? അങ്ങ് ഹാൻഡിൽ ചെയ്ത് വിടാം. അപ്പൊ ഞാനിവിടെ ഇത് 2 ആക്കുന്നു. അപ്പൊ ഈ 2 ലൈനെ കാണിക്കുള്ളൂ. കണ്ടോ? എല്ലായിടത്തും 2 ലൈൻ. ഇനി ഇതുപോലെ തന്നെ ഹെഡിങ് നോക്കിയേ, അതിന്റെ ആ ടൈറ്റിൽ കണ്ടോ? ടൈറ്റിലെല്ലാം ചിലത് 2 ലൈന്, ചിലത് 1 ലൈന് ഇല്ലേ, ചിലത് 3 ലൈൻ. അപ്പൊ അതും ഒരു വൃത്തിയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതും 1 ലൈൻ ആക്കാം. അപ്പൊ അതിനുവേണ്ടി നെക്സ്റ്റ് ക്ലാസ് ടൈറ്റിൽ അതെല്ലാം 1 ലൈനായി. ഇനി നമുക്ക് അതിനൊരു മാർജിനെ കൊടുക്കണം അല്ലേ? മാർജിൻ 10 പിക്സൽ ഓട്ടോ. വേണ്ട. ഓക്കെ, അപ്പൊ ആ കാർഡെല്ലാം ഒരേപോലെ ആയി. ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെല്ലാം പ്രൈസ് കാണിക്കണ്ടേ? അതിനകത്ത് പ്രൈസ് കാണിക്കാൻ വേണ്ടി എന്താ ഐറ്റം ഡോട്ട് പ്രൈസ്. font weight bold font size font. ഓക്കെ, ഇപ്പൊ പ്രൈസ് ആയി. ഓക്കെ,
ലൈൻ ഹൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ഉണ്ടോ, ആ ഒരു ഡിസ്ക്രിപ്ഷൻ്റെ ആ ടെക്സ്റ്റ് ഉണ്ടോ, അവ തമ്മിലുള്ള ഹൈറ്റ് ആണ് ലൈൻ ഹൈറ്റ്. അതായത് ഈ ലൈനും ഇത് ലൈനും 3 ലൈൻ ഉണ്ട്, ഓരോ ലൈൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ലൈൻ ഹൈറ്റ്. ഞാൻ ഇവിടെ 40 ആക്കുകയാണെങ്കിൽ കണ്ടോ, ഈ ലൈനും ഡിസ്ക്രിപ്ഷൻ്റെ ഓരോ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 40 പിക്സലാവും. ഞാൻ ഇവിടെ 20 ആകും. അപ്പോൾ താഴെ വന്നു. ഓക്കെ ആണല്ലോ, ഇത്ര സാധനം കിട്ടി. ഇനി നമ്മുടെ അടുത്ത ആവശ്യം നമ്മൾ ആ FXOAP ഇല്ലേ, FXOAP.com/products. ഓക്കെ ആണല്ലോ, നമ്മൾ ഈ ഒരു API കോഡിൽ നമുക്ക് എന്താ കിട്ടുക, എല്ലാ പ്രൊഡക്ട്സും കിട്ടും ഇല്ലേ. നമ്മൾ ആ /products എന്ന് പറയുന്ന API കോഡിൽ നമുക്ക് ഫുൾ പ്രൊഡക്ട്സിന് ലിസ്റ്റ് കിട്ടും. എല്ലാ പ്രൊഡക്ട്സിനും എന്തൊക്കെയുണ്ട്, ഇതേ ടൈറ്റിൽ ഉണ്ട്, പ്രൈസ് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, കാറ്റഗറി, ഇമേജ്, റേറ്റിംഗ്, കൂടാതെ ID ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ഇവര് പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു ഫീച്ചർ എന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു APIയിലേക്ക് റിക്വസ്റ്റ് അയക്കുന്നു /products. ഓക്കെ, അതിനുശേഷം നമ്മൾ ഒരു ഐഡിയും കൂടെ കൊടുത്താൽ, ഈ പ്രൊഡക്റ്റിന് എല്ലാ ID ഉണ്ട്, ഒന്നിലാണ് തുടങ്ങുന്നത്, 20 പ്രൊഡക്റ്റേ ഉള്ളൂ, 20 തീരും. അപ്പം ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ ID കൊടുത്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് മാത്രമായിട്ട് നമുക്ക് തരും. അത് ഗെറ്റ് ബൈ ID. നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, ID വെച്ച് ഗെറ്റ് ചെയ്യാം. മനസ്സിലായി? ഇപ്പൊ എന്നോട് 7 ആണ് കൊടുക്കുന്നത്, മനസ്സിലായത്? ഇപ്പൊ /products എന്ന് മാത്രം വിളിച്ചാൽ ഫുൾ പ്രൊഡക്ട്സ് കിട്ടും. /products/ ഒരു ID കൊടുത്താൽ ആ ID ഉള്ള ആ ID ഉള്ള പ്രൊഡക്റ്റിന്റെ മാത്രം ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ നമ്മൾ ആ /products വിളിച്ചപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടിയ array of objects ആയിട്ടായിരുന്നു. കാര്യം അവിടെ കളക്ഷൻ ഉണ്ട് ഇല്ലേ. പ്രൊഡക്ട്സിന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഒന്നിൽ കൂടുതൽ ഡാറ്റ ഉണ്ട് ഇല്ലേ. ഇനി നമ്മുടെ ഒരു ID വെച്ച് മാത്രം വിളിക്കുവാണെങ്കിലോ ഒരു ഡാറ്റയേ ഉള്ളൂ. ഒരു ഡാറ്റ മീൻസ് ഒരു പ്രൊഡക്റ്റിന് ഡാറ്റയേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ എന്തില്ല, അറേ ഇല്ല, ഒബ്ജക്റ്റ് ആയിട്ട് മാത്രം വന്നു. മനസ്സിലായോ? അതായത് നമ്മൾ പ്രൊഡക്ട്സിനെ എല്ലാം വിളിച്ചാൽ നമുക്ക് എന്താ കിട്ടുക, നമുക്ക് അറേ ഓഫ് ഒബ്ജക്ട്സ് ആണ് കിട്ടുക. കാര്യം അറേ ഉണ്ട്, അറയ്ക്കകത്ത് ഓരോ ഒബ്ജക്റ്റ് ഓരോ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ID ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഡാറ്റ മാത്രം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് മാത്രം ഗെറ്റ് ചെയ്യുന്നു എന്ന് വെച്ചോ. അങ്ങനെ നമ്മൾ ഗെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, ഒബ്ജക്റ്റ് ആയിട്ട്. അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ, അവിടെ അറേ ആയിട്ട് അയക്കേണ്ട ആവശ്യമില്ലല്ലോ. കാര്യം ഓരോ ഒബ്ജക്റ്റിന്റെ ഡാറ്റ അല്ലേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. കാര്യം അവർ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നാളെ നമ്മൾ ബാക്ക് എൻഡ് ചെയ്യുമ്പോഴും സിംഗിൾ ഡാറ്റ ആണ് നമ്മൾ പാസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ടും, ഒന്നിൽ കൂടുതൽ കളക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡാറ്റ ഉണ്ടെങ്കിൽ നമ്മൾ അറേ ആയിട്ടാണ് സെൻഡ് ചെയ്യുക. അപ്പോൾ അത് ആ റിസീവ് ചെയ്യുന്ന ഡെവലപ്പറിന് എടുക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ ആണല്ലോ. ഇപ്പൊ അറേ ആയിട്ടാണ് അയച്ചെങ്കിൽ നമ്മൾ അത് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം array of 0 ഡോട്ട് എന്ന് പറഞ്ഞൊക്കെ വിളിക്കണം. ഇതിപ്പോൾ അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ സംഭവം ഉണ്ട്. ഓക്കെ, നമ്മൾ അടുത്തത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, യൂസർ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന വെച്ചോ. ഇവിടെ ഈ കാർഡിനകത്തുനിന്ന് അയാൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കാണാൻ പറ്റില്ല. അയാൾക്ക് പ്രൈസ് കാണാം, ടൈറ്റിലിന്റെ കുറച്ച് ഭാഗം കാണാം, ഡിസ്ക്രിപ്ഷന്റെ കുറച്ച് ഭാഗം കാണാം, ഇത്രേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇമേജ് ഇല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഫുൾ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് വേണ്ടി ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട്, ഇതേ ക്ലിക്ക് ചെയ്യാൻ വെച്ചോ. അപ്പോൾ എനിക്ക് എന്ത് കാണാൻ പറ്റണം, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്റ്റിന് വേണ്ടി ഓരോ ഫുൾ ഡീറ്റെയിൽസ് പേജ് എഴുതാൻ പറ്റില്ല. 100 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ 100 പേജ് എഴുതേണ്ടി വരും. അത് ഫീസിബിൾ അല്ല ഇല്ലേ. ഇപ്പോൾ ഫ്ലിപ്കാർട്ടൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, 10,000 പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ 10,000 ഡീറ്റെയിൽസ് പേജ് എഴുതുന്ന ആഴ്ചയ്ക്ക് അങ്ങനെ പറ്റില്ല ഇല്ലേ. അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഒറ്റ ഡീറ്റെയിൽസ് പേജ് എഴുതും. എന്നിട്ട് നമ്മൾ ഏത് പ്രൊഡക്റ്റിലാണോ ക്ലിക്ക് ചെയ്യുന്നത്, ഏത് പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്താലും നമ്മൾ ഈ ഡീറ്റെയിൽസ് പേജിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ ഏത് പ്രൊഡക്റ്റിലാണോ ക്ലിക്ക് ചെയ്തത് അതിന്റെ ID URL വഴി പാസ് ചെയ്യും. നമുക്ക് URL വഴി ഡാറ്റ പാസ് ചെയ്യാൻ അറിയാലോ, നമ്മൾ ചെയ്തിട്ടില്ലേ, നമ്മൾ ടൈപ്പ് ചെയ്ത വാല്യൂ അപ്പുറത്തൊക്കെ എത്തിച്ചില്ലേ. അതുപോലെ നമ്മൾ ഇവിടെയും എന്ത് ചെയ്യും, URL വഴി ഡാറ്റ പാസ് ചെയ്യും. എന്നിട്ട് അപ്പുറത്ത് എത്തിക്കും. എന്നിട്ട് ആ ID ഉപയോഗിച്ചിട്ട് അവിടെ പിന്നെ ഒരു റിക്വസ്റ്റ് അയച്ചിട്ട് ആ റെസ്പോൺസ് എടുത്താൽ കാണിക്കും. ഇതാണ് ഈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ചെയ്യട്ടെ അത്. ഓക്കെ, അപ്പോൾ അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഡീറ്റെയിൽസ് പേജ് വേണം. ഇതാണ് നമ്മുടെ ഡീറ്റെയിൽസ് പേജ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് ഇമ്പോർട്ട് ./style.css ഡീറ്റെയിൽസ്. ഇഷ്ടമുള്ള പേര് ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കും. ഓക്കെ, എക്സ്പോർട്ട് ഡിഫോൾട്ട് ഡീറ്റെയിൽസ് റിട്ടേൺ .details പേജ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് പേജ്. ചുമ്മാ ഞാനത് പേജ് കാണാൻ വേണ്ടി പ്രൊഡക്റ്റ് കൊടുത്തു. ഓക്കെ, ഇത് കണക്ട് ചെയ്യാമല്ലോ. വരുന്നു ഇമ്പോർട്ട് ഡീറ്റെയിൽസ് ഫ്രം ./pages/details. ഓക്കെ, നമ്മുടെ സ്ലാഷ് ഇതാണ് പേജ്. ആ പേജ് കറക്റ്റായി URL നോക്കിയ /details. നമ്മുടെ ആവശ്യം എന്താ, ഏത് പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്താലും ഈ പേജിലേക്ക് പോകണം. വെറുതെ പോയാൽ പോരാ, ഈ പേജിന്റെ URL നമ്മൾ ഏത് പ്രൊഡക്റ്റിലാണോ ക്ലിക്ക് ചെയ്തത് അതിന്റെ എന്തുണ്ടാവണം, ID ഉണ്ടാവണം. ഓക്കെ ആണല്ലോ. അപ്പൊ അതിനായിട്ട് മനസ്സിലായോ എന്തിനാണ് ചെയ്യുന്നത്, മനസ്സിലായത്? കാര്യം അങ്ങനെ പാസ് ചെയ്താലേ ആ പേജിൽ ID എടുത്തിട്ട് ആ ഡീറ്റെയിൽസ് അവിടെ കാണിക്കാൻ പറ്റുള്ളൂ. കാര്യം ഒറ്റ പേജേ ഉള്ളൂ, ഏത് പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്താലും ആ പേജാണ് ലോഡ് ആവുന്നത്. ആ പേജ് ലോഡ് ആകുമ്പോൾ ഏത് ID ആണോ URL ഉള്ളത് ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്ത് ആ പേജ് കാണിക്കും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആ ഒരു URL നമുക്ക് എന്ത് ചെയ്യണം, ആ ID റിസീവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യമേ ഇവിടെ URL മോഡിഫൈ ചെയ്യണം. ID റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഡൈനാമിക് URL സെറ്റ് ചെയ്യണം. അങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം,
/:id. ഓർമ്മയില്ലേ? ഇപ്പൊ എന്ത് ചെയ്യാം? /details/ ഇപ്പൊ നോക്കോ, ഇപ്പൊ /details എന്ന് കൊടുത്താൽ ഈ പേജ് ലോഡ് ആവില്ല. /id കൂടെ വരണം അല്ലേ? അപ്പം നമുക്കിനി ഇത് ചെയ്യാം. അതായത് ഏത് പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്താലും ഡീറ്റെയിൽസ് പേജിലേക്ക് പോകണം, URL ID ഉണ്ടാവണം. അതാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ പേജ് സെറ്റപ്പ് ചെയ്തു. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഹോം പേജ് വരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ കാർഡ്. നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു? ഓൺ ക്ലിക്ക് കൊടുക്കുന്നു. എന്നിട്ട് പേജ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? യൂസ് നാവിഗേറ്റ് വേണ്ടേ? ഓക്കെ, യൂസ് നാവിഗേറ്റ് കൊണ്ടുവന്നു. നമ്മൾ ആദ്യം ഒരു വേരിയബിളിലേക്ക് അതിനെ കൂൾ ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളൊരു ഫംഗ്ഷൻ എഴുതുന്നു, കോൺസ്റ്റ് ഷോ ഡീറ്റെയിൽസ്. ഇങ്ങനെ ആലോചിക്കുക, ഈ ഫംഗ്ഷന് ID കിട്ടുന്ന ആലോചിക്കുക, നമ്മൾ പാസ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണ്. അതായത് ഏത് പ്രൊഡക്റ്റിലാണോ ക്ലിക്ക് ചെയ്തത് അതിന്റെ ID ഇവിടെ കിട്ടുന്ന വെച്ചോ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും? നാവിഗേറ്റ് /details/$, ഇവിടെ സ്ലാഷ് വേണേ, ID. അപ്പോൾ എന്ത് ചെയ്യും? ഒന്ന് ഇങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന ഏത് കോഡ്സാ? ബാക്ടിക്സ് ആണ്. ബാക്ടിക്സ് കൊടുക്കുമ്പോൾ ഒരു സ്ട്രിങ്ങിലേക്ക് ഒരു വേരിയബിളിന്റെ വാല്യൂ ആഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാമല്ലോ. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. രണ്ടും സെയിം തന്നെ. നാവിഗേറ്റ് എന്തായിരിക്കും? / ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത് ബാക്ടിക്സ് അല്ല, പകരം സാധാ കോഡ്സാ. ഇങ്ങനെ എടുത്താൽ പ്രസ് ചെയ്താൽ മതി. ഒരു സ്ട്രിങ്ങും ഒരു നമ്പറും ആകുമ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ എന്താവും? കംപ്ലീറ്റ്ലി സ്ട്രിങ് ആവും. ഇങ്ങനെയോ ഇങ്ങനെയോ കൊടുക്കാം. രണ്ട് മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മളിവിടെ വരുന്നു, ഇതിന് ഓൺ ക്ലിക്ക് കൊടുക്കുന്നു. ഓൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ കോളാ ഉണ്ടേ? ഷോ ഡീറ്റെയിൽസ് കോളാവണം. അതിലേക്ക് എന്ത് വേണം? ID. എവിടെ ഉണ്ട്? item.id കിട്ടും. അതായത് ഞാൻ ഈ ഡിവിൽ എവിടെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഓൺ ക്ലിക്ക് വർക്ക് ആവുകയും ഈ ഫംഗ്ഷൻ കോൾ ആവുകയും ചെയ്യും. ഇത് കോൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് എഴുതിയിരിക്കുന്ന ഷോ ഡീറ്റെയിൽസ് കോൾ ആവും. കോൾ ആകുമ്പോൾ അതിലേക്ക് എന്തുകൂടെ പാസ് ആവും? ID കൂടെ പാസ് ആവും. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ID വരും, പേജ് നാവിഗേറ്റ് ആവും. വർക്ക് ആവുന്നുണ്ടോ നോക്കാം. ഇവിടെ വരുന്നു, ഞാൻ ഇത് ക്ലിക്ക് ചെയ്യാൻ പോവാം. നോക്കിയേ, ഒരു പേജ് ലോഡായി. URL നോക്കിയേ, /details/7. കാര്യം അതിന്റെ ID ആയിരിക്കാം അല്ലേ? ഇത് ക്ലിക്ക് ചെയ്യുന്നു, /details/3 ആയി. അപ്പം അത് അതിന്റെ ID ആയിരിക്കാം. നമ്മൾ ഏത് പ്രൊഡക്റ്റിലാണോ ക്ലിക്ക് ചെയ്തത് അതിന്റെ ID ആയിരിക്കും അത്. ഉദാഹരണം നോക്കാം, 14. ഇത് ഓക്കെയാണ്, വർക്ക് ആവുന്നുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ എവിടെ ചെയ്യേണ്ടേ? നമ്മുടെ ഡീറ്റെയിൽസ് പേജിലാണ്. അപ്പം ഡീറ്റെയിൽസ് പേജ് ലോഡ് ആവുന്ന സമയത്ത് URL ID ഉണ്ടാവും. ഇനി URL ഉള്ള ID എങ്ങനെ എടുക്കാം? യൂസ് പാരാംസ് ഇല്ലേ? ഇവിടെ ഉണ്ട് യൂസ് പാരാംസ്. ഡീസ്ട്രക്ചർ ചെയ്യുക. കാര്യം യൂസ് പാരാംസ് നമ്മൾ കോൾ ചെയ്താൽ റിട്ടേൺ ആവുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഡീസ്ട്രക്ചർ ചെയ്യാനുള്ള ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് നമ്മൾ എന്ത് പേരാണോ ഇവിടെ കൊടുത്തേക്കുന്നത് ആ പേര് വേണം ഇവിടെ കൊടുക്കാൻ, ID. എന്നിട്ടൊന്ന് കൺസോൾ ചെയ്യാം തൽക്കാലം. console.log ID. ഇത് ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ പ്രൊഡക്റ്റ് പേജ് ലോഡായി. URL 11 ഉണ്ട്. നമ്മളിവിടെ ഇൻസ്പെക്ട് ചെയ്യുന്നു, കൺസോൾ എടുക്കുന്നു, ഇവിടെയും 11 ഉണ്ട്. അതായത് ID നമ്മൾ എടുത്തു. ഓക്കെ, ഇനി ഈ പേജ് ലോഡാകുമ്പോൾ സംഭവിക്കണം? ID എടുത്തിട്ട് റിക്വസ്റ്റ് അയക്കണം. എങ്ങോട്ട്? /product/ എന്താണോ ID അതിലേക്ക് ഇല്ലേ? അതിലേക്ക് റിക്വസ്റ്റ് അയച്ചാൽ റെസ്പോൺസ് എന്ത് കിട്ടും? നമ്മൾ കണ്ടല്ലോ, ആ ID ഉള്ള പ്രൊഡക്റ്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ വന്നിട്ട് കോൺസ്റ്റ് ഗെറ്റ് പ്രോഡക്റ്റ് യൂസ് ബൈ ID. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നമുക്ക് ആ ഫംഗ്ഷൻ വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ ഫുൾ നെയിം കൊടുക്കുന്നത്. അപ്പം ഇത് കൊടുത്തു. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വന്നിട്ട് ഫെച്ച് അല്ലേ? ഫെച്ച് കൊടുക്കാം. എന്ത് കൊടുക്കാം? എന്നിട്ട് https://fakestoreapi.com/products/+ID. ഒന്നേ പ്ലസ് കൊടുക്കാം, അല്ലെങ്കിൽ ബാക്ടിക്സ് ഉപയോഗിച്ചിട്ട് $സൈൻ ചെയ്യാം. സ്ലാഷ് എന്തായാലും വേണം. ഈ സ്ലാഷ് കഴിഞ്ഞിട്ട് പ്ലസ് കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്യും? ഇത് ലോഡ് ആവുന്ന സമയത്ത് ഈ ID വരികയും https://fakestoreapi.com/products/ എന്താണോ ID അതിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ ആണല്ലോ? എന്തോ കൊടുക്കണം. ഇനി എന്ത് ചെയ്യാ? ഡോട്ട് then
ഇത് വർക്ക് ആയതിനു ശേഷം, അതായത് ആ ഒരു റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? തൽക്കാലം അതൊന്ന് കൺസോൾ നോക്കാം അല്ലേ. console.log എന്താണ് വരിക എന്നറിയണമല്ലോ. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഇതെല്ലാം വർക്ക് ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? യൂസ് എഫക്റ്റ് വേണ്ടേ? ഇത് കോൾ ചെയ്യാൻ വേണ്ടി യൂസ് എഫക്റ്റ് എടുത്തു. അതായത് പേജ് ലോഡ് ആയി കഴിയുമ്പോൾ യൂസ് എഫക്റ്റ് എന്ത് ചെയ്യും? ഈ ഗെറ്റ് പ്രൊഡക്റ്റ് ബൈ ഐഡി എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യും. ഫസ്റ്റ് പാരാമീറ്റർ ഫംഗ്ഷൻ, സെക്കൻഡ് പാരാമീറ്റർ അറേ. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് 11 റെസ്പോൺസ് വന്നിട്ടുണ്ട്. റെസ്പോൺസിനകത്ത് ബോഡി ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടിയത്. നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ കൺവേർട്ട് ചെയ്യണ്ടേ? അപ്പൊ അതിനായിട്ട് ഡോട്ട് ജേസൺ ഡോട്ട് ദെൻ ഡാറ്റ console.log ഡാറ്റ. നമുക്ക് ആ ഐഡിയ ഉള്ള പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കിട്ടി. നമുക്ക് വേറെ നോക്കാം. ഇത് ക്ലിക്ക് ചെയ്യുന്നു. ആ ഐഡിയ ഉള്ള പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്, അതായത് നമ്മൾ ഇനി ഏത് പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യുന്നോ അതിന്റെ ഡീറ്റെയിൽസ് അവിടെ വരും, ഈ പേജ് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ആണെങ്കിൽ എന്ത് വേണം? സ്റ്റേറ്റ് വേണ്ടേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? യൂസ് സ്റ്റേറ്റ് കോൺസ്റ്റ് പ്രോഡക്റ്റ് സെറ്റ് പ്രോഡക്റ്റ് ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ് ഓഫ് ഇനിഷ്യൽ വാല്യൂ ഒബ്ജക്റ്റീവ്. അറിയില്ല, കാര്യം സിംഗിൾ ഡാറ്റ ആണ് വരുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് കൊടുത്താൽ മതി. നമ്മളിവിടെ മാപ്പ് യൂസ് ചെയ്യുന്നില്ല അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ സെറ്റ് പ്രൊഡക്റ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റേറ്റിലേക്ക് സെറ്റ് ആവും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അത് ഇവിടെ കാണിക്കണം. എങ്ങനെ കാണിക്കാം? ഞാൻ ഇതിനെ ജസ്റ്റ് സെറ്റ് ചെയ്യാം. ഡോട്ട് ഡീറ്റെയിൽസ് പേജ്. പ്രൊഡക്റ്റ് വരെ പ്രൊഡക്റ്റ് പേര് കൊടുക്കാം. എന്തിനാ മതി? പ്രോഡക്റ്റ് ഡോട്ട് ടൈറ്റിൽ കൊടുത്താൽ പോലെ. കാര്യം ഇവിടെ വരുന്നത് ഒബ്ജക്റ്റാണ്. ഞാൻ അറിയുന്നില്ല, ഒറ്റ ഒബ്ജക്റ്റായിട്ട് നമുക്ക് കയറണം. മാപ്പേണ്ട ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് ഇടുന്നതിന്റെ പ്രൊഡക്റ്റ് ഡോട്ട് ടൈറ്റിൽ കൊടുക്കുന്നു. അടുത്തത് IMG ടാഗിൽ ഇമേജ് കാണിക്കണമെങ്കിൽ പ്രോഡക്റ്റ് ഡോട്ട് ഇമേജ്. അടുത്തത് P ടാഗ് പ്രോഡക്റ്റ് ഡോട്ട് ഡിസ്ക്രിപ്ഷൻ ഡോട്ട് ഡീറ്റെയിൽസ് പേജ്. നമ്മൾ ഇനി ഏത് പ്രൊഡക്റ്റിലാണോ ക്ലിക്ക് ചെയ്യുന്നത് അതിന്റെ ഡീറ്റെയിൽസ് അവിടെ വരും. കണ്ടോ? ഓക്കെ ആണല്ലോ. അപ്പം ഞാൻ അവിടെ ആകെ 3 ഡീറ്റെയിൽസേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഇനിയുണ്ട് ഇല്ലേ? റേറ്റിംഗ് ഉണ്ട്, പ്രൈസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്തേ. നിങ്ങൾ മനസ്സിലായി ചെയ്തത്? ചെയ്തേ. ഇതാണോ താഴേക്ക് വരിക? അതെ, ഇത് അതിന് ഓൺ ക്ലിക്ക് കൊടുത്താൽ മതി. ഗെറ്റ് ഡാറ്റ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് മെത്തേഡ്. അസിംഗ നമ്മൾ ഒരു മെത്തേഡ് പഠിച്ചു അല്ലേ? അതാണ് പ്രോമിസ് മെത്തേഡ്. അതായത് നമ്മൾ ഡോട്ട് ദെൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? അസിൻക്രണസ് കോഡിനെ ഹാൻഡിൽ ചെയ്തു. ഇതല്ലാതെ വേറെ ഒരു മെത്തേഡും ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച മെത്തേഡാണ് എന്ത്? പ്രോമിസ് മെത്തേഡ്. ഈ പ്രോമിസ് മെത്തേഡ് എങ്ങനെ ചെയ്യുന്നത്? ഒരു അസിൻക്രണസ് കോഡ് ഡോട്ട് ദെന്ന് പിന്നെന്ത് ചെയ്യുക? അതിനകത്ത് ഒരു ഫംഗ്ഷൻ പാസ് ചെയ്യുക. ഈ ഒരു അസിൻക്രണസ് കോഡിന്റെ റിസൾട്ട് വരുമ്പം എന്ത് ചെയ്യും? ഈ പാസ് ചെയ്തേക്കുന്ന ഫംഗ്ഷൻ ആ റിസൾട്ട് വെച്ചിട്ട് കോൾ ആവും. ഇതെല്ലാവർക്കും ഓക്കെ അല്ലേ? ആർക്കും എല്ലാവരും ഉണ്ടാവും? ഓക്കെ. ഇനി അടുത്ത എന്താ വെച്ചാൽ ഇതിന് പകരം നമ്മൾ പുതിയ മെത്തേഡ് യൂസ് ചെയ്യാൻ പോവാം. ഓക്കെ, അതാണ് അസിങ്ക് അവൈറ്റ് മെത്തേഡ്. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് മെത്തേഡ്, അസിങ്ക് അവൈറ്റ് മെത്തേഡ്. അത് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാം. ഈ പ്രോമിസ് മെത്തേഡിന് പകരം അസിങ്ക് അവൈറ്റ് മെത്തേഡ് ആയിരിക്കും ഉപയോഗിക്കുക. അപ്പൊ അതെങ്ങനെ ചെയ്ത് നോക്കാം. അപ്പൊ ഇതേ സാധനം ഞാൻ
പുതിയ മെത്തേഡ് ചെയ്യാം. പുതിയ മെത്തേഡ് വളരെ എളുപ്പമാണ്. അത് എത്രേ ഉള്ളൂ, നമ്മൾ അസിൻക്രണസ് കോഡിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അസിൻക്രണസ് കോഡ് നമ്മൾ എഴുതേണ്ടത് ഒരു ഫംഗ്ഷനിലായിരിക്കണം. അതാണ് ഫസ്റ്റ് റൂൾ. ഒരു ഫംഗ്ഷനകത്ത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഫംഗ്ഷൻ എഴുതുന്നു, കോൺസ്റ്റ് ഗെറ്റ് ഡാറ്റ. ഓക്കെ, ഈ ഫംഗ്ഷനകത്ത് വരാൻ പോകുന്നത് എന്താ, അസിൻക്രണസ് കോഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഫംഗ്ഷനകത്ത് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് അസിൻക്രണസ് കോഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫംഗ്ഷന്റെ ഈ ഈക്വൽ ടു ഇതിന്റെ ഫ്രണ്ടിൽ ഒരു കീ കൊടുക്കുക, അസിൻക്രണസ് എന്നുള്ളതിന്റെ കീ ആണ് അസിങ്ക്. ഇത് കൊടുത്താലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഈ ഫംഗ്ഷനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, നോർമൽ ആയിട്ട് കോൺസ്റ്റ് റെസ്പോൺസ് ഈക്വൽ ടു എന്താ ഫെച്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ഫെച്ച് റിട്ടേൺ ചെയ്യുന്നത്, ഫെച്ചിലേക്ക് നമ്മളുടെ URL കൊടുത്താൽ ആ URLിലേക്ക് റിക്വസ്റ്റ് അയച്ചിട്ട് ഫെച്ച് എന്ത് ചെയ്യും, റെസ്പോൺസ് റിട്ടേൺ ചെയ്യും. അപ്പൊ നമ്മൾ അത് മേടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, fake_store ap.com/products വാങ്ങിക്കുക. ഓക്കെ, എന്നിട്ട് അടുത്ത ലൈൻ ഇപ്പൊ നമുക്ക് വേണ്ട എന്താ, നമ്മുടെ കോഡ് എക്സിക്യൂഷൻ പോകേണ്ടത് അടുത്ത ലൈനിൽ നമുക്ക് എന്ത് ചെയ്യണം, കോൺസ്റ്റ് ഡാറ്റ ഈക്വൽ ടു എന്താ response.json അല്ലേ. ഇത് നമ്മുടെ ആ കിട്ടിയ റെസ്പോൺസ് നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം അല്ലേ. അതിനുശേഷം എന്ത് ചെയ്യണം, അത് കൺസോൾ ചെയ്യണം. എന്തോ ഫംഗ്ഷൻ ബാക്ക് അടിച്ചപ്പോൾ ഓക്കെ, കൺസോൾ ചെയ്യണം അല്ലേ. ഇനി ഇത് വർക്ക് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ ചെയ്തിട്ടാൽ പക്ഷെ അതൊരു കാര്യം കൂടെ ചെയ്യണം. അതായത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ആവശ്യം അസിൻക്രണസ് കോഡിനെ ഹാൻഡിൽ ചെയ്യാം അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ അത്രയും അസിൻക്രണസ് കോഡിനെ ഒരു ഫംഗ്ഷനിൽ ഇട്ടു. ആ ഫംഗ്ഷന് നമ്മൾ അസിങ്ക് എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ ഫംഗ്ഷനകത്ത് എത്ര അസിൻക്രണസ് കോഡ് ഉണ്ട്, 2 എണ്ണം. ഏതൊക്കെ, ഒന്ന് ഫെച്ച് ചെയ്യുന്നതും രണ്ടാമത്തത് കൺവേർട്ട് ചെയ്യുന്നതും rest.json ഇല്ലേ. അപ്പം ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് ഇതിന്റെ റിസൾട്ട് വന്നാലേ അടുത്ത ലൈനിലേക്ക് പോവുള്ളൂ അല്ലേ. റിസൾട്ട് വന്നാലേ റെസ്പോൺസിനകത്ത് റിസൾട്ട് ഉണ്ടാവുള്ളൂ. എന്നിട്ട് അടുത്ത ലൈൻ എക്സിക്യൂട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ അല്ലേ. അതായത് ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അതിന്റെ റിസൾട്ട് വന്നാലേ അടുത്ത ലൈനിലേക്ക് പോകാൻ പാടുള്ളൂ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇത് അസിൻക്രണസ് കോഡ് ആണല്ലോ, ഇതിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഒരു കീയോടെ കൊടുക്കുക, അതാണ് അവൈറ്റ്. ഓക്കെ, ഇനി ഇങ്ങനെ കൊടുത്ത സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ആവുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യും, ഈ ലൈനിലേക്ക് വരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഇത് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യും. ഈ വെയിറ്റ് ചെയ്യുന്നത് എവിടെ, ലിബ്യൂലാണ്. അതുകൊണ്ട് പ്രശ്നമില്ല. നമ്മുടെ നോർമൽ ജാവാസ്ക്രിപ്റ്റ് കോഡിന്റെ എക്സിക്യൂഷൻ അതുപോലെ തന്നെ നടന്നു പോയിക്കോളും. ഇതെല്ലാം നേരെ ഈ അസിൻക്രണസ്, നമ്മൾ ഈ ഫംഗ്ഷൻ അസിൻക്രണസ് ആക്കിയതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവുന്ന സമയത്ത് ഈ ഫംഗ്ഷനെ മൊത്തത്തിൽ എടുത്ത് ലിബ്യൂൽ ഇടും. എന്നിട്ട് അവിടെയാണ് എക്സിക്യൂട്ട് ആവുക. അപ്പൊ അവിടെ എക്സിക്യൂട്ട് ആവുന്ന സമയത്ത് ഇവിടെ നമ്മൾ അവൈറ്റ് കൊടുത്തിട്ട് ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ആദ്യമേ ഇത് എക്സിക്യൂട്ട് ആവും. എക്സിക്യൂട്ട് ആയിട്ട് റിസൾട്ട് വന്നതിന് ശേഷമേ അടുത്ത ലൈനിലേക്ക് പോകുള്ളൂ. ഇനി ഇത് എക്സിക്യൂട്ട് ആയി റിസൾട്ട് വന്നതിന് ശേഷമേ എങ്ങോട്ട് പോകുള്ളൂ, കൺസോളിലേക്ക് പോകുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവിടെ ഒരു അവൈറ്റ് കൊടുത്താൽ മതി. ഈ അവൈറ്റ് അസിൻക്രണസ് കോഡിന്റെ ഫ്രണ്ടിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, വെറുതെ കൺസോളിന് ഫ്രണ്ടിൽ കൊടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല അവൈറ്റ് കൊടുക്കണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കണം, അസിങ്ക് ആവണം. അതാണ് നമ്മൾ ഈ ഫംഗ്ഷൻ അസിങ്ക് എന്ന് കൊടുക്കുക. എന്നിട്ട് ഞാനിത് റൺ ചെയ്യാം, നോഡ് 24 അല്ലേ, നമുക്ക് ഡീറ്റെയിൽസ് കിട്ടി, കണ്ടോ, മനസ്സിലായത്. അപ്പൊ ഇത് കുറച്ചുകൂടെ വായിക്കാൻ എളുപ്പമില്ലേ, ഇത് കഴിയുമ്പോൾ ഇത് കഴിയുമ്പോൾ ഇത് മറ്റേനേക്കാൾ എളുപ്പമല്ലേ. ഇവിടെ ചെയ്യേണ്ടത് അസിൻക്രണസ് കോഡിന്റെ ഫ്രണ്ടിൽ അവൈറ്റ് എന്ന് കൊടുക്കുക. കാര്യം അത് ചെയ്തതിന് അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷമേ അടുത്ത ലൈനിലേക്ക് പോയിട്ട് അടുത്ത ലൈൻ എക്സിക്യൂട്ട് ആവുള്ളൂ. അവിടെ അതിന്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷമേ അടുത്ത ലൈനിലേക്ക് പോയിട്ട് അത് എക്സിക്യൂട്ട് ആവാൻ പാടുള്ളൂ. അത്രേ ഉള്ളൂ ഇല്ലേ. ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ഈ അസിങ്ക് അവൈറ്റ് മെത്തേഡ് യൂസ് ചെയ്തു. അപ്പം ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കംപ്ലീറ്റ്ലി മാറ്റാലോ. ഇവിടെ എന്ത് ചെയ്യാം, ഇതിന് പകരം എന്ത് ചെയ്യാം, ഈ ഫെച്ച് ഡാറ്റ എന്നുള്ള ഫംഗ്ഷൻ അങ്ങ് അസിങ്ക് ആക്കുക. എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് കോൺസ്റ്റ് റെസ്പോൺസ് ഈക്വൽ ടു എന്താ അവൈറ്റ് നമ്മുടെ ഈ ഫെച്ച് അല്ലേ. അതിനുശേഷം എന്താ മനസ്സിലാവേണ്ടത്, കോൺസ്റ്റ് ഡാറ്റ ഈക്വൽ ടു എന്താ അവൈറ്റ്, അവിടെ അവൈറ്റ് വേണ്ടേ, റെസ്പോൺസ് ഡോട്ട് ജേസൺ. എന്നിട്ട് അതും കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക, സെറ്റ് പ്രോഡക്ട്സ് ഓഫ് ഡാറ്റ. ഇവിടെ അവൈറ്റ് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും, ഇത് എക്സിക്യൂട്ട് ആയതിനു ശേഷം അടുത്ത ലൈനിലേക്ക് പോകും. അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ ഡാറ്റ കാണില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ അതവിടെ നമ്മൾ എന്ത് ചെയ്യുക, അവൈറ്റ് കൊടുക്കുക. അപ്പൊ ഇത് വർക്കാവും. ഇനിയിപ്പോ നമുക്ക് ഇത്രയും സാധനം എഴുതേണ്ട ആവശ്യമില്ല.
അതെ ആ എടാ ലിബിലേക്ക് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും ആക്ച്വലി ലിബിലേക്ക് ഒരെണ്ണമായിട്ട് എടുത്തിട്ടാണ് ചെയ്യുക. അവൈറ്റ് കൊടുത്ത കോഡ് മാത്രമേ ലിബിലേക്ക് പോകുള്ളൂ. എടാ അതായത് അതെ അതെ അത് ശരിയാ. പക്ഷെ ഇവിടെ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവുന്നത് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഇന്റർപ്രിറ്ററിൽ തന്നെ. എന്നിട്ട് ഈ അവൈറ്റ് കൊടുത്ത കോഡ് എടുത്ത് ലിബിയിലിടും. അവൈറ്റ് ഇല്ല, ഇപ്പൊ ഇവിടെ അവൈറ്റ് ഇല്ലെങ്കിലുള്ള കേസ് എന്ന് വെച്ചാൽ ഇത് എക്സിക്യൂട്ട് ആവും. ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ഇട്ടിട്ട് അപ്പൊ തന്നെ അടുത്ത ലൈനിലേക്ക് വരും. അടുത്ത ലൈനിൽ റെസ്പോൺസ് ഉണ്ടോ? അതെ പക്ഷെ ഇവിടെ നമ്മള് അത് ശരിയാണ്. പക്ഷെ ഇവിടെ ഈ റെസ്പോൺസ് എന്ന് പറയുന്ന സാധനം വന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. റെസ്പോൺസ് വരുന്നതിന് മുമ്പേ അടുത്ത ലൈനിലേക്ക് പോയല്ലേ, ഒന്നും ഉണ്ടാവില്ല. മറ്റേ പ്രോമിസ് പെൻഡിങ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഈ ലൈനിന്റെ റെസ്പോൺസ് വന്നതിന് ശേഷം അടുത്ത ലൈനിലേക്ക് പോയാൽ മതി. അതിനാണ് നമ്മൾ വെയിറ്റ് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി, നമ്മൾ നേരത്തെ എഴുതിയ ടെക്നിക്കിന്റെ ആവശ്യമില്ല. അപ്പൊ ഇതാണ് പൊതുവെ ഇപ്പം യൂസ് ചെയ്ത് വരുന്ന രീതി. ഇത് മനസ്സിലായോ? ഇത് എളുപ്പമല്ലേ? എന്താ ചെയ്താൽ മതി, ആ സെയിം ഓർഡറിലേക്ക് എഴുതുക, അസിൻക്രണസ് കോഡുള്ള ലൈനിൽ മാത്രം എന്ത് കൊടുക്കുക, ആ വെയിറ്റ് കൊടുക്കുക. അത്രേ ഉള്ളൂ. ട്രൈ നോക്കിയത് ആദ്യം ജാവാസ്ക്രിപ്റ്റിൽ ഉണ്ടായി നോക്കാം, എന്നിട്ട് അതൊക്കെ മാറ്റാം.